ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ പേരൻസിനും വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു വീഡിയോ ആണിത്. കാരണം ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ എൻ്റെ വരെ നിർബന്ധമായി കണ്ടിരുന്നാൽ പല കാര്യങ്ങളും നമ്മളിതിൽ ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, അതൊരു 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമാണ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാം എടുക്കുന്നതിലും, ഒരുപാട് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ശരിക്കും എന്താണ് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിൻ്റെ കറണ്ട് സ്റ്റേറ്റസ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിൻ്റെ ട്രെൻഡ്? യെസ്. സോ സംഗീത പറഞ്ഞ പോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ഡിപ്ലോമ പ്രോഗ്രാമാണ്. കാൻഡിഡേറ്റ്സിന് യൂഷ്വലി B2 അല്ലെങ്കിൽ B1 ലെവലൊക്കെയാണ്. പല ഹൗസ് ബിൽഡിംഗ് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. നഴ്സിംഗ് കൂടാതെ പല ബ്രാഞ്ചസ് ഉണ്ട്. ലോജിസ്റ്റിക്സ്, മെക്കാട്രോണിക്സ്, അങ്ങനെ പല ബ്രാഞ്ചസും ഉണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് ഒത്തിരി പേരും ഈ ഒരു ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫ്രീ എഡ്യൂക്കേഷനാണ്, അവർക്ക് ഫീസ് ഒന്നും പേ ചെയ്യേണ്ടി വരുന്നില്ല, സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്തായാലും കൂടി വരുന്നുണ്ട്. സോ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വരുന്നതിനനുസരിച്ചിട്ട് നല്ല കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് എംപ്ലോയേഴ്സ് സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് ഹൗസ് ബിൽഡിംഗ് പഠിക്കുന്ന ഒരു കുട്ടി അവിടെ പാർട്ട് ടൈം ആയിട്ട് തന്നെ ആ എംപ്ലോയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയറിനും അല്ലെങ്കിൽ സ്കൂളിലേക്കും ഒക്കെ അവർ സെലക്ട് ചെയ്യുന്നത് നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടികളെ മാത്രമാണ്. ഓക്കെ. നമ്മുടെ നാട്ടിൽ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് മാത്രം ചിലപ്പോൾ 1 വർഷത്തോളം തന്നെ ചിലവാക്കും. അതും ചിലപ്പോൾ എക്സാം ഡേറ്റ് എടുക്കാനും അതുപോലെ തന്നെ ടൈം എടുക്കുന്നുണ്ട്. ഒത്തിരി പേരും ചെയ്യുന്ന ഒരു കാര്യം, ഒരു എക്സാം എഴുതി അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എക്സാം എഴുതുന്നത്. അങ്ങനെ വരുമ്പോഴേക്ക് അവരുടെ എക്സാം ഡേറ്റിന് തന്നെ ഒത്തിരി ടൈം എടുത്തിട്ടാണ് അവർ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഒരു പ്രോബ്ലം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വരാനായിട്ടും ഉള്ള ചില താമസങ്ങൾ, അല്ലെങ്കിൽ ഡേറ്റ് എടുക്കാൻ തന്നെ, ഡേറ്റ് കിട്ടാൻ, സെൻറ്റർ കിട്ടാനും ഒക്കെ ആയിട്ടുള്ള താമസം. ഇതൊക്കെയാണ് പലപ്പോഴും ഒരു കാൻഡിഡേറ്റ്സ് ഇപ്പോൾ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് എന്ന കോഴ്സിന് പോകാനായിട്ട് അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഈ കാര്യങ്ങൾക്കുള്ള ഡിലേ കാരണം അവരുടെ പ്രോസസ്സിങ്ങും പലപ്പോഴും വരുന്ന ഡിലേ ആണ്. അപ്പോൾ ഈ B2 ഒക്കെ ഫുൾ മോഡ്യൂൾസ് 4 മോഡ്യൂൾസും ക്ലിയർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അതായത് മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തു, ക്ലിയർ ചെയ്തിരിക്കുകയാണ്, എന്നാൽ പോലും പ്രോബബ്ലി 1 ഇയർ ഒക്കെ കഴിയുമ്പോഴൊക്കെയാണ് പല ആൾക്കാരും കയറി പോകുന്നത്. പല ആൾക്കാർ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? കാരണം ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു വലിയ റിക്വയർമെൻ്റ് ആണല്ലോ B2 ഓൾ മോഡ്യൂൾസ് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ. അത് ക്ലിയർ ചെയ്തൊരു കാൻഡിഡേറ്റിനും പോകാൻ പറ്റുന്നില്ല എന്ന് പറയും. യെസ്, B2 ഫുൾ മോഡ്യൂൾസ് കിട്ടിയ ആൾക്കാരെയാണ് ചില എംപ്ലോയേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ചില എംപ്ലോയേഴ്സ് ഈവൻ പാർട്ട് മോഡ്യൂൾസ് 2 അല്ലെങ്കിൽ 3 മോഡ്യൂൾസ് ക്ലിയർ ചെയ്ത് കാൻഡിഡേറ്റ്സിന് എംപ്ലോയേഴ്സ് എടുക്കുന്നുണ്ട്. B2 2 മോഡ്യൂൾസ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ ആ സമയത്താണ് സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ബിക്കോസ് ഓൾറെഡി അവർ ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 വർഷമൊക്കെ എടുത്ത് കാണും ഈ ഒരു കോഴ്സ് B2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ പ്രോസസ്സിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഏറ്റവും കുറവ് ചാർജസ് എവിടെയാണ് എന്നുള്ള രീതിയിൽ നോക്കിയിട്ട്, സർവീസ് ചാർജൊക്കെയും കുറവൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അത് കൊണ്ട് ഡിലേ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സർട്ടിഫിക്കറ്റ്സ് ചിലപ്പോൾ ഇതേപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡ്യൂൾ നേരത്തെ എഴുതി, പിന്നെ അടുത്ത മോഡ്യൂൾ പിന്നെ എഴുതി. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ഫസ്റ്റ് എഴുതിയ മോഡ്യൂളിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഓൾറെഡി അതിൻ്റെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞു, ഏകദേശം കഴിയാനാണ്. സോ അതൊരു ഇതുകൂടിയാണ്. വിസ റിജക്ഷൻ വരാനുള്ള ചാൻസസിൽ ഒന്നാണ് ഇതുപോലെ ആ ഒരു ഡിലേ വരുത്തുന്നത്, അല്ലെങ്കിൽ 2 ഇയേഴ്സ് കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. യെസ്, അവർ വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെയും വരുന്നത് ഇതുകൊണ്ടാണ്. യെസ്, ഐ തിങ്ക് മാം പറഞ്ഞത് കറക്റ്റാണ്. കാരണം പല കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ആദ്യം ലിസ്ണിങ് റീഡിങ് എഴുതി, എന്നിട്ട് അടുത്ത 2 മോഡ്യൂൾസിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ഡേറ്റ് കിട്ടാൻ നല്ല താമസമുണ്ട്. ഇനി 2 മാസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഡേറ്റ് കിട്ടുന്നില്ല, എടുക്കണം, ക്ലോസ് ആയി പോകുന്ന, അങ്ങനെ പല ചാലഞ്ചസ്. ഇനി ഈ 2 മാസം വെയിറ്റ് ചെയ്ത് അടുത്ത 2 മോഡ്യൂൾ എഴുതി റിസൾട്ട് വരാൻ പിന്നെയും 1-2 മാസം എടുക്കും. അപ്പോൾ അവിടെ തന്നെ ഏകദേശം ഒരു 6 മാസമൊക്കെ പോവും. അതും ഓരോ മോഡ്യൂളായിട്ട് എഴുതുകയൊക്കെ ആണെങ്കിൽ അത്രയും അധികം ഡിലേ അങ്ങോട്ട് വരികയാണ്. കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് തന്നെ ഒരു 8 to 10 മാസം 1 ഇയർ ഒക്കെ ചില കുട്ടികൾ എടുക്കുന്നു. അതിനുശേഷം എക്സാം ക്ലിയർ ചെയ്യാൻ ഇത്രയും ടൈം എടുക്കുന്നു.
അപ്പം ഇങ്ങനെ ഒരു ലാഗ് വരുമ്പം ഏജ് ഒരു കൺസേൺ ആവില്ലേ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പോകുന്നത് അതിനനുസരിച്ച് ഏജും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏജ് കൂടുന്നതോറും ചിലപ്പോൾ എംപ്ലോയർ എടുക്കാനുള്ള ചാൻസസും കുറവാണ്. സോ സമയവും പൈസയും പോകുന്നുണ്ട്, അതിനനുസരിച്ച് വയസ്സും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ B2 ഫുൾ മോഡ്യൂൾ ആകുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ഇതാണ്. റൈറ്റ്. അപ്പോൾ പ്രോബബ്ലി അവർ ആ B2 ആ പ്രിപ്പയർ ചെയ്യുന്ന ടൈം തന്നെ പ്രോസസ്സിങ്ങിൻ്റെ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്താൽ ഒരു പക്ഷേ അത്രയും ഡിലേ അവർക്കൊന്ന് സേവ് ചെയ്യായിരുന്നു ആ ടൈം. എനിക്ക് തോന്നുന്നു അവിടെ എത്തുമ്പോഴും കുട്ടികളുടെ ഒരു വലിയ പ്രശ്നം, ഒരുപാട് കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് അല്ലെ, അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് മനസ്സിലാക്കുന്ന കാര്യമാണ് ഏത് ഏജൻസി ചൂസ് ചെയ്യണം എന്നുള്ള വളരെയധികം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം പല ഏജൻസീസും പല കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മാം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറവ് ചാർജ് ഏതാണെന്ന് നോക്കാൻ ഒരു 5-10 ഏജൻസീനെ മാറി മാറി വിളിക്കും. അപ്പം പലരും പല റേറ്റ് ഏറ്റവും കുറവ് ആരെ കോട്ട് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റ് തീരുമാനിക്കുന്നത്. ഏജൻസി ഒരു നല്ലൊരു ഏജൻസി ഇല്ല എന്നുള്ളത് എനിക്കൊന്നൊരു വാസ്തവം തന്നെയാണ്. അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസി, ട്രസ്റ്റ് എന്ന് പറയുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതിൽ. നമ്മൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ മാത്രമല്ല, നമുക്ക് എത്രത്തോളം അത് ആക്ച്വലി ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ അൾട്ടിമേറ്റ്ലി കുട്ടികളെ ഹോസ്പിറ്റലോങ്ങിന് വിട്ടാൽ ജർമ്മനിയിൽ എത്തിച്ചാലാണല്ലോ നമ്മൾ പറയുന്നതൊക്കെ ആക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചിനാണ്. കറക്റ്റ് ഒരു ഏജൻസി മേ ബി അതുകൊണ്ടും ആവാം ഇത്രയും ഡിലേ. പിന്നെ അവർക്ക് അറിയില്ല ഈ കാര്യങ്ങൾ, മേ ബി അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവർ എപ്പോഴും ഫസ്റ്റ് ഫോക്കസ് എന്താണ്, ഹോസ്പിറ്റലോങ്ങിന് B2 വേണം, എന്നാൽ ശരി ആദ്യം അത് ഫോക്കസ് ചെയ്യട്ടെ. എനിക്കൊന്ന് ജർമ്മൻ തന്നെയല്ല, IELTS പഠിക്കുന്ന കുട്ടികളും ഇത് തന്നെ പറയും, ആദ്യം എക്സാം ഫോക്കസ് ചെയ്യണം എന്നിട്ട് ആപ്ലിക്കേഷൻ്റെ. അപ്പം ഇൻടേക്ക് പലതും മിസ്സാവും, ഡിലേ വരും. ഏജൻസി എന്താണ് കുട്ടികളപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏജൻസി? സോ ഒരു ഏജൻസി ചെക്ക് ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എത്ര പേരെ വിട്ടിട്ടുണ്ട് എന്നുള്ളതല്ല, ഇപ്പോൾ കറൻ്റ്ലി എത്ര പേര് അവർ വഴി പോകുന്നുണ്ട്. പ്രോബബ്ലി അവരുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ളതിൽ നോക്കിയിട്ട് എത്ര കാൻഡിഡേറ്റ്സ് അവർ വഴി പോകുന്നുണ്ട്. ഓക്കെ, സോ അവർ തരുന്ന സർവീസസ് കാര്യങ്ങൾ ഒക്കെയും തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. നോട്ട് ജസ്റ്റ് ഒരു സർവീസ് ചാർജ് മാത്രമല്ലാതെ അവരുടെ കാൻഡിഡേറ്റ്സുമായിട്ടോ ഒക്കെയും പോകുന്ന കുട്ടികളും ഒക്കെ ആയിട്ട് സംസാരിച്ചും അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഏജൻസി ഒരു റീസൺ കാരണമാണോ ഒരു ഡിലേ വരുന്നതിൽ? ഉറപ്പായിട്ടും ഏജൻസി പലപ്പോഴും ഒരു പ്രോബബ്ലി അവർ ഒരു എമൗണ്ടൊക്കെ മേടിച്ചിട്ട് സെപ്റ്റംബർ ഇൻടേക്കിൽ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം എമൗണ്ട് വാങ്ങിച്ചു വയ്ക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിലേ വരും, ഇൻടേക്സ് പിന്നെ മാറി മാറി വന്ന് നമുക്ക് ചിലപ്പോൾ അവർക്ക് ആ എംപ്ലോയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കാൻഡിഡേറ്റ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഡിലേ ഉണ്ടാകാം, അതൊരു കാര്യം തന്നെയാണ്. യെസ്. ഓക്കെ, അപ്പം ഏജൻസി തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി മാം പറഞ്ഞല്ലോ. മെയിൻലി എന്തൊക്കെ സർവീസസ് തരുന്നു അത് മാത്രമല്ല, ആക്ച്വലി എത്ര കുട്ടികളെ ജർമ്മനിയിലേക്ക് ഹോസ്പിറ്റലോങ്ങിന് വിട്ടിട്ടുണ്ട്. പാസ്റ്റിൽ കുറേ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ വിട്ട കേസ് മാത്രമല്ല, മോസ്റ്റ് റീസെൻ്റ്ലി വിട്ട കേസും കൂടി നോക്കണം. ബിക്കോസ് അപ്പോഴാണ് ഒരു ഏജൻസി എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് കാര്യങ്ങളിൽ, ഏതൊക്കെയാണ് ഫീൽഡ്സ്, ഏതൊക്കെ കോഴ്സസിലാണ് അയച്ചിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കോമൺ ആയിട്ട് ഹോസ്പിറ്റലോങ് ചെയ്യുന്ന നഴ്സിംഗ് ആണ്. പക്ഷെ നഴ്സിംഗ് അല്ലാതെ വേറെ പല ഓപ്ഷൻസും എനിക്ക് തോന്നുന്നു. നഴ്സിംഗിൽ പ്രോബ്ലി ഒരു വർഷത്തിൽ തന്നെ പല ഇൻടേക്സ് അവൈലബിൾ ആണ്. പക്ഷേ നഴ്സിംഗ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത വർഷത്തേക്കാണെങ്കിൽ പോലും ജാനും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒക്കെയും ഇൻടേക്സിൽ പല എംപ്ലോയേഴ്സും എടുക്കുന്നുണ്ട്. ബട്ട് ലോജിസ്റ്റിക്സ്, മെക്കാട്രോണിക്സ് ഒക്കെയും പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ് വരുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ ഇൻടേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെയും ഡിലേ വരും. അപ്പോൾ ആ ഇൻടേക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷം വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ ചിലപ്പം നഴ്സിംഗ് ഒന്നും തിരഞ്ഞെടുക്കാത്ത ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ആ വർഷം അവർക്ക് മിസ്സായി. സോ സെയിം സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഓപ്ഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് വേഗം തിരഞ്ഞെടുക്കുന്നതും നല്ലൊരു ഓപ്ഷനായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതേപോലെ ഡിലേ വരുമ്പോൾ പല കുട്ടികൾക്കും ഈ ഇങ്ങനെ വാലിഡിറ്റി കഴിയുക സർട്ടിഫിക്കറ്റ്, അപ്പോൾ ഒന്നും കൂടി എക്സാം എഴുതുക, ചിലപ്പോൾ പാർട്ടായിട്ട് എഴുതുമ്പോൾ ഏതെങ്കിലും 1-2 മോഡ്യൂൾസൊക്കെ റീടേക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എത്തിയതുകൊണ്ട് ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, മേ ബി B2 ലെവലിലെത്തിയ കാൻഡിഡേറ്റ്, 2 രീതിയായിരിക്കാം അവരുടെ ആറ്റിറ്റ്യൂഡ്. ജർമ്മൻ പഠിക്കുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും
B2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും എന്താണ് മാമിൻ്റെ ഒബ്സർവേഷനിൽ മാം ശ്രദ്ധിച്ച കാര്യങ്ങൾ? യെസ്. അപ്പോൾ B2 കഴിഞ്ഞ കുട്ടികൾ യൂഷ്വലി നമ്മുടെ ബിഗിനിങ് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് യൂഷ്വലി സർവീസ് ചാർജ് കുറഞ്ഞെടുത്തോട്ട് അവർ സെർച്ചിങ് ആണ് എവിടെയാണ് കുറഞ്ഞിട്ട് കിട്ടുന്നതെന്ന്. സോ അതുപോലെ സെർച്ച് ചെയ്ത് നടക്കാതെ കഴിയുന്നതും വേഗം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കുക. 2, ഇതുപോലെ കാൻഡിഡേറ്റ്സ് പല എക്സാംസ് ആയിട്ട് എഴുതാതെ എല്ലാ എക്സാമും ഒരുമിച്ച് തന്നെ എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഒന്ന് എഴുതി അടുത്ത ഡേറ്റ് കിട്ടിയില്ല എങ്കിൽ പിന്നെയും ഡിലേ വരും. സോ ദ ഫസ്റ്റ് വൺ അതിന് ചിലപ്പോൾ 1 വർഷത്തെ വാലിഡിറ്റി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത എക്സാം വരുന്നത്. സോ അങ്ങനെ ഇയേഴ്സോ അല്ലെങ്കിൽ മന്ത്സിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് വലിയൊരു രീതിയിൽ എക്സാം ആ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക. പിന്നെ B2 എക്സാം കഴിഞ്ഞ കുട്ടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നിനും പോകില്ല. സോ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ. സോ ജർമ്മൻ ലാംഗ്വേജ് പിന്നെ ഒന്നും തൊടത്തില്ല. അടുത്തത് പെട്ടെന്ന് ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോഴേക്കും ഇവർക്ക് ടച്ച് അങ്ങ് വിട്ടുപോവാണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊന്നും ചിലപ്പോൾ കിട്ടിക്കാണില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അവർക്ക് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം തന്നെ കുട്ടികൾക്ക് കാണാറുമില്ല. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ബിക്കോസ് B2 ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജ് കിട്ടി ചില കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, എന്നിട്ട് പോലും ലാംഗ്വേജ് അവർക്ക് സ്ട്രോങ് ആയിരിക്കില്ല. അവരോട് നാളെ ഇൻ്റർവ്യൂ ആണെന്ന് പറയുമ്പോഴേക്കും അവർക്ക് പേടിയാണ്. അവർക്ക് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ തന്നെ വളരെ പേടിയാണ്. ദോ ദേ ആർ ടീച്ചിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ലാംഗ്വേജ് സ്പോക്കൺ ലാംഗ്വേജ് നല്ലതല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് പേടി വരുന്നത്. സോ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. നൗ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻസൊക്കെ അവർക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പങ്ക്ച്വാലിറ്റിക്കാണ്. സോ ഈ കുട്ടികളൊക്കെയും തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു +2 കഴിഞ്ഞ കുട്ടികൾ വളരെ ലാഘവത്തോടെയാണ് പല കാര്യങ്ങളും എടുക്കുന്നത്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ ചില നമ്മുടെ ടീം തന്നെ വിളിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ അതിനകത്ത് കയറത്തുപോലുമില്ല. ബിക്കോസ് അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും അറിയത്തില്ല. സോ അതും ഒക്കെ ഒരു പ്രോബ്ലമാണ്. അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയും ഒക്കെയും ഒരു കാര്യമാണ്. വേറെ ഐ തിങ്ക് വൺ തിങ് ഐ ഹവ് നോട്ടിസ്ഡ് ഇസ് B2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് വിചാരിക്കും ഓക്കെ എല്ലാം കഴിഞ്ഞിനി എനിക്ക് ഇമ്മീഡിയറ്റ്ലി പോവാം, പറക്കാം, ഇപ്പോൾ എംപ്ലോയർ എന്നെ വെയിറ്റിംഗ് ആണ് എന്നൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. മേ ബി ലാംഗ്വേജിന് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അധികം ഒന്നും ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ല. സോ ദാറ്റ് ദേ റിമെയിൻ ഇൻ ടച്ച് വിത്ത് ദ ലാംഗ്വേജ്. അത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആയാലും ഇനി എങ്ങനെ കണ്ടിന്യൂസ് എനിക്ക് എൻ്റെ ലാംഗ്വേജ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ബിക്കോസ് ലാംഗ്വേജ് ഇസ് സംതിങ് നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമുക്ക് ഫ്ലുവൻ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ്. പ്രോബ്ലി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാലിഡിറ്റി വെക്കുന്നത് സർട്ടിഫിക്കറ്റിന്. കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ നല്ലോണം ജർമ്മൻ എക്സാം എഴുതിയതിൻ്റെ അർത്ഥം ഇപ്പോഴും ഞാൻ അതേ ഒരു ലെവലിലാവണമെന്നില്ല ഇഫ് ഐ ഡോണ്ട് യൂസ് ഇറ്റ് വെൽ. സോ യെസ് ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ ജർമ്മൻ പഠിക്കുന്ന കുട്ടികൾ, ഇതിപ്പോൾ B2 ക്ലിയർ ചെയ്ത കുട്ടികളുടെ ആറ്റിറ്റ്യൂഡാണല്ലോ പറഞ്ഞത്. അപ്പം ജർമ്മൻ കറൻ്റ്ലി പഠിക്കുന്ന എൻറോൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ വാട്ട് ഹാവ് യു ഒബ്സർവ്ഡ് ആസ് ദിയർ ആറ്റിറ്റ്യൂഡ്? അവർ പഠിക്കുന്നതിൽ എങ്ങനെയാണ്? ലാംഗ്വേജ് സീരിയസ്നെസ്സോടെ പഠിക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റ് എന്താണ്? വാട്ട് ഈസ് യുവർ? പഠിക്കുന്ന കുട്ടികളിലും നമ്മൾ യൂഷ്വലി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവർ ആ എക്സാമിന് മാത്രമാണ് അവരുടെ ഫോക്കസ് വരുന്നത്. സോ എങ്ങനെയെങ്കിലും കോഡ് വെച്ചിട്ടും ഒക്കെയും ബൈ ഹാർട്ട് ചെയ്തിട്ടും എങ്ങനെയെങ്കിലും എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർ ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഒന്ന് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് അവർ നോക്കുന്നില്ല. അവർ എക്സാം ഓറിയൻറ്റഡ് മാത്രമായിട്ടാണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. സോ അതുകൊണ്ടാണ് പലപ്പോഴും അവർ ഇൻ്റർവ്യൂ വരുമ്പോഴേക്കും അവർ ബാക്ക് ആയി പോകുന്നത് തന്നെ അതുകൊണ്ടാണ്. സോ സ്പീക്കിംഗ് എന്തായാലും അവർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നതേയില്ല. പിന്നെ +2 കഴിഞ്ഞ കുട്ടികളാണ്, അപ്പോൾ കൃത്യമായിട്ട് ഇത് പഠിക്കാനായിട്ടും ചിലപ്പോൾ ഇരിക്കാറുമില്ല. സോ അതും ഒരു പ്രോബ്ലം തന്നെയാണ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ പലപ്പോഴും ഇപ്പോൾ ട്രെയിനേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്. ഇവർക്ക് ക്ലാസ്സിൽ കയറാനൊക്കെയും മടി. ഇനി ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞാൽ പോലും ചില കുട്ടികൾ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ഡേറ്റിന് അറ്റൻഡ് ചെയ്യത്ത് പോലുമില്ല. അതിപ്പോൾ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്ക് അറിയുന്നില്ല. മോക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് തന്നെ അവർക്ക് കുറച്ചുകൂടെ കേപ്പബിൾ ആവാനായിട്ടാണ്. പക്ഷേ അവർ ആ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യത്തില്ല. ഇതിനോടൊപ്പം ആക്ച്വൽ ഇൻ്റർവ്യൂ ആകുമ്പോഴേക്കും അവർ പല തിരക്കിലോട് കൂടി ആയിരിക്കാം. എക്സാമ്പിൾ കല്യാണത്തിനൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ചില ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. നൗ ജർമ്മൻസ് കാണുന്നത് ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഇത് പ്രോബബ്ലി ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കാം.
ബട്ട് സ്റ്റിൽ അതിന് ആ ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ, ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ അതേ രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് ജർമ്മൻസ് കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ സ്റ്റുഡൻസ് ആ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ഈ ഇൻ്റർവ്യൂ ഒക്കെ ഫെയിലാവുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഇൻ്റർവ്യൂ ഫെയിലായത് അവൻ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തല ചൊറിഞ്ഞുകൊണ്ടാണ് ആൻസർ ചെയ്തത്. അപ്പോൾ അതും ഒരു നെഗറ്റീവാണ് അവർക്ക്. ബിക്കോസ് ആ ഒരു സീരിയസ്നെസ് ആ കുട്ടിക്കില്ല എന്നാണ് ജർമ്മൻസ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റ്, ജർമ്മൻസിൻ്റെ കൾച്ചറൽ ആസ്പെക്റ്റ് വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ വെച്ചിട്ടാണ് അവർ അഡ്മിഷൻ ഒരു കാൻഡിഡേറ്റിന് നൽകണോ വേണ്ടയോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മുടെ സ്കോർസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഏത് രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രൊഫഷണലിസം കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നുണ്ട് എന്നൊക്കെ അവർ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഒരു കാൻഡിഡേറ്റിൻ്റെ സ്കിൽസും ആറ്റിറ്റ്യൂഡൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, സ്പെഷ്യലി ഫോർ എ കോഴ്സ് ലൈക്ക് നഴ്സിംഗ് വേ യു ഗോയിങ് ടു ഇൻട്രാക്ട് വിത്ത് ലോക്കൽ പീപ്പിൾ, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊക്കെ ആകുമ്പം അതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് തന്നെയാണ്. സോ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം നമ്മളൊരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കണം. അതിനോട് ഉള്ള റിലേഷൻ കീപ്പ് ചെയ്താൽ മാത്രമേ അവിടെ എത്തിയാലും ഇൻ്റർവ്യൂ ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാലും അതേ കോൺഫിഡൻസിൽ, അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു അവിടെ എത്തിയാലും ചിലപ്പം എംപ്ലോയേഴ്സ് എക്സ്ട്രാ എന്തെങ്കിലും ട്രെയിനിങ് സെഷൻസ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ലാംഗ്വേജ് വീക്കായിരിക്കും. സോ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് നടക്കാനായിട്ട്, ബിക്കോസ് ചിലതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് പോയിരിക്കുന്നത് സെയിൽസിനാണ്. സോ അങ്ങനെ പോകുന്ന ഒരു കുട്ടിക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ലാംഗ്വേജ് വീക്കാണെങ്കിൽ ആ എംപ്ലോയർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിൽ പോലും അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുണ്ട്. അവിടെ നിന്ന് ഫ്രീ ട്രെയിനിങ് കിട്ടിയിട്ട് പോലും അത് അറ്റൻഡ് ചെയ്യില്ല. സോ അങ്ങനെ വരുമ്പോഴേക്കും അത് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മൻസിന്. സോ ദാറ്റ് ഈസ് വൈ അവർക്കത് പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ആ ട്രെയിനിങ് കൊടുക്കുന്നത്. ബട്ട് ഈവൻ നഴ്സിംഗ് ഓൾസോ ഇറ്റ്സ് എ സെയിം തിങ്. അപ്പോൾ നഴ്സിംഗിലും സംഗീത പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസുമായിട്ടുള്ള കോണ്ടാക്റ്റാണ്. സോ ജർമ്മൻ ലാംഗ്വേജ് അവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിനൊക്കെയും അവിടെയും ഫ്രീ ട്രെയിനിങ് കൊടുക്കുന്ന എംപ്ലോയേഴ്സും ഉണ്ട്. സോ അപ്പോഴും കാൻഡിഡേറ്റ്സ് പലപ്പോഴും ജോലിയുടെ തിരക്ക് കാരണമാണ്, ക്ഷീണമാണ്, ഇതൊക്കെ കാരണം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് ആണ് സ്റ്റുഡൻസ് തരുന്നത്. ഐ തിങ്ക് കമ്പയർഡ് ടു ദ പാസ്റ്റ് ഇപ്പം എംപ്ലോയേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാൻഡിഡേറ്റ്സിനെ സോർട്ട് ചെയ്ത് അവിടെ തന്നെ പ്രോസസ്സ് വളരെ സ്ലോ ആണ്, അല്ലേ? ഏറ്റവും മേ ബി ദി ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്. എന്താണ് ആക്ച്വൽ റീസൺ? അത്രയും ഒരു ഇൻ്റർവ്യൂ എല്ലാം സ്ലോ ആയിട്ട് തന്നെയാണ് നടക്കുന്നത് പൊതുവേ. യെസ്, ട്രൂ. സോ ജർമ്മൻസിന് ഇപ്പോൾ ഒത്തിരി തന്നെ കുട്ടികളെ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഈ ഒരു കാൻഡിഡേറ്റ്സിനൊക്കെയും സ്ലോലി അവർ ഓരോന്നും സ്ക്രൂട്ടിനി ചെയ്ത് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി ചിലപ്പോൾ 1, 2, 3 ഒക്കെ ഈ തവണയാണ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടാണ് അവർ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് ദേ വോണ്ട് ടു സെലക്ട് ദ ബെസ്റ്റ്. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോഴേക്കും ഇപ്പോൾ വേറെ B2 കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ നിയർലി 30 ഏജൻസീസിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ടാണ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ലാംഗ്വേജ് ഈസ് എ തിങ് ഫോർ ജർമ്മൻ. അപ്പോൾ അവർ നോർമലി ലാംഗ്വേജ് ഒക്കെ ചെക്ക് ചെയ്ത് അവർ അത് കഴിഞ്ഞിട്ട് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ബിക്കോസ് അവർ അത്രയും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അതും ഓരോ വർഷം കഴിയുമ്പോഴും ആ സ്റ്റൈപ്പൻഡ് കൂടുകയാണ്, അല്ലേ? അതും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബ്രാഞ്ചസ്. പിന്നെയും സ്റ്റൈപ്പൻഡ് കൂടുതലാണ്. ഇപ്പോൾ ലോജിസ്റ്റിക്സിനൊക്കെയും നഴ്സിങ്ങിനേക്കാളും കൂടുതൽ എമൗണ്ട് ഒരു ലോജിസ്റ്റിക്സിന് പോകുന്ന കുട്ടിക്കൊക്കെ കിട്ടുന്നുണ്ട്. സോ അത്രയും കൊടുക്കുമ്പോൾ അവരും ചൂസ് ചെയ്യുന്നത് ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെയാണ്. ഫീസ് സ്കൂളിലേക്ക് ഒന്നും കൊടുക്കുന്നില്ല. നഴ്സിംഗ് പഠിക്കാനാണെങ്കിലും ലോജിസ്റ്റിക്സ് പഠിക്കാനാണെങ്കിലും സെയിൽസ് പഠിക്കാനും ഒക്കെയും ഫ്രീ ഓഫ് കോസ്റ്റാണ്. UK പഠിക്കാനായിട്ട് പോകുന്ന ഒരു കുട്ടി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതേ നഴ്സിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നഴ്സിംഗ് 3 years UK പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 16 to 20 lakhs rupees ഒരു വർഷം ആ കുട്ടി ചിലവാക്കേണ്ടത്. ജർമ്മനി പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ യാതൊരു ചിലവും ആ കുട്ടിക്ക് വരുന്നില്ല. ഇത് ഞാൻ UK മാത്രമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും കൂടുതലാണ് ഓസ്ട്രേലിയ വരുന്നത്, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വരുന്നത്. അപ്പോൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് ഇത്രയും എളുപ്പവും ഇത്രയും പൈസ കുറഞ്ഞിട്ട് പഠിക്കാനായിട്ട് പോകാൻ പറ്റുന്ന
ഒരു സ്ഥലമാണ് ജർമ്മനി. അതും സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ടാണ് അവർ കൊടുക്കുന്നത്. സോ അങ്ങനെ ആവുമ്പോൾ ഉറപ്പായിട്ടും ജർമ്മൻസ് ചൂസ് ചെയ്തിട്ട് മാത്രമായിരിക്കും കാൻഡിഡേറ്റ്സ് സെലക്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പം കാൻഡിഡേറ്റ് ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം വിത്ത് ദിയർ ജർമ്മൻ ലാംഗ്വേജ്, വിത്ത് ദിയർ ആറ്റിറ്റ്യൂഡ്, ദിയർ സ്കിൽസ്. അപ്പം എന്താണ് മെഡ്സിറ്റിക്ക് ഇത് ടാക്കിൾ ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ? സോ മെഡ്സിറ്റി നമുക്ക് ശരിക്കും ഈ കാൻഡിഡേറ്റ്സിനെയൊക്കെയും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഈ പ്രിപ്പറേഷനും അല്ലെങ്കിൽ നമ്മുടെ ഈ ജർമ്മൻ പ്രിപ്പറേഷൻ തൊട്ട് നമ്മുടെ ഒരു കാൻഡിഡേറ്റിന് അവിടെ ജർമ്മനിയിലേക്ക് എത്തുന്നത് വരെ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പോലും സപ്പോർട്ട് ഇവിടെ നിന്ന് മെഡ്സിറ്റിയിൽ നിന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ വിൽ സേ എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, അല്ലെങ്കിൽ എല്ലാം തന്നെ ഒരു കുട കീഴിൽ എന്നുള്ള രീതിയിലാണ് മെഡ്സിറ്റി ചെയ്യുന്നത്. സോ ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾ കൗൺസിൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവർക്ക് പ്രോപ്പറായിട്ട് ജർമ്മൻ പ്രിപ്പറേഷൻ കൊടുത്ത് എക്സാം പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി എക്സാം കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ B2 അല്ലെങ്കിൽ 3 മോഡ്യൂൾസ് കിട്ടിയാൽ പോലും നമുക്കിവിടെ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ട്രാൻസ്ലേഷൻ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രീ അസസ്മെൻറ്റ്, അതായത് ഒരു ലാംഗ്വേജ് റെഡി ആയിട്ടുള്ള കുട്ടി വന്നാൽ പോലും ആ കുട്ടിക്ക് ആദ്യം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്രീ അസസ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ലാംഗ്വേജൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു എംപ്ലോയറിന് മുന്നിലേക്ക് അവർക്ക് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വി ഗിവ് ആൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. സോ ഈ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആകുമ്പോഴേക്കും ഇതിനകത്ത് അവർക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കേണ്ടത് എന്നൊക്കെയും പഠിപ്പിച്ചിട്ടാണ് കാൻഡിഡേറ്റിനെ പിന്നെ നമുക്ക് ഒരു ഇൻ്റർവ്യൂ എംപ്ലോയറിൻ്റെ അടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങും ലൈക്ക് VFS ബുക്ക് ചെയ്യണം, വിസ സ്ലോട്ട് എടുക്കണം, വിസ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കണം, അക്കോമഡേഷൻസ് ഉണ്ട്, ഇതൊക്കെയും അറേഞ്ച് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും ഒരു കുട്ടി സ്വീകരിക്കാനായിട്ട് പോലും നമ്മുടെ മുമ്പേ ഉള്ള സ്റ്റുഡൻസ് തന്നെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് അവരെവിടെയാണോ എത്തുന്നത് അത് കാൻഡിഡേറ്റ്സ് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രീവിയസ് കാൻഡിഡേറ്റ്സ് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് പ്രോബബ്ലി എ സപ്പോർട്ട്. പലപ്പോഴും ഒരു കൾച്ചർ ഡിഫറൻസ് വരുമ്പോഴേക്കും കുട്ടികൾക്കും ചിലപ്പോൾ വിഷമം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെയും ടാക്കിൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയും തന്നെ മെഡ്സിറ്റിയുടെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ്ലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓസ്ബിൽഡോൺ കറൻ്റ്ലി ജർമ്മനിയിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു പാത്വേ എടുക്കുക, ഈ കോഴ്സ് എടുത്ത് അവിടെ ജോബിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ. അതും കംപ്ലീറ്റ്ലി എംപ്ലോയർ സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. അപ്പം ഫീസില്ല, ട്യൂഷൻ ഫീസായിട്ടൊന്നുമില്ല. അതിനോടൊപ്പം തന്നെയാണ് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഒരു എമൗണ്ട്, ഐ തിങ്ക് ക്ലോസ് ടു 1,200 to 1,800 euros വരെ പെർ മന്ത് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു എമൗണ്ടാണ് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നത്. ഒരുപാട് വേറെ ഫീൽഡ്സ് ഉണ്ട്, നഴ്സിംഗ് അല്ലാതെ വേറെ ഒരുപാട് കോഴ്സസും അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്ട്രോങ് ലാംഗ്വേജ് സ്കിൽസ്, പിന്നെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, അതിൽ കറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോകാൻ ശ്രമിക്കുക. അതും എപ്പോഴും 4 മോഡ്യൂൾസ് കംപ്ലീറ്റ് ആവുന്നവർ വെയിറ്റ് ചെയ്യാതെ 1-2 മോഡ്യൂൾസ് കിട്ടി നമുക്ക് അത് പേരൻസും കുറേ ശ്രദ്ധിക്കാനുണ്ട്. പേരൻസും ഒരു ക്ലോസ് വാച്ച് വേണം. പേരൻസ് എപ്പോഴും കാൻഡിഡേറ്റ്സ് പറയുന്നത് അങ്ങ് വിശ്വസിക്കും. സോ ഇപ്പോൾ മെഡ്സിറ്റിയിലാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് എന്ന് അവർക്ക് ഡീറ്റെയിൽ കിട്ടും. സോ അതും അവർ ശ്രദ്ധിക്കണം. ബിക്കോസ് എക്സാം പെട്ടെന്ന് തന്നെ എഴുതാനായിട്ട് പലരും അവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാക്കുകൾ കേട്ടിട്ടാണ് ഈ ഡിലേ വരുന്നത്. സോ അത് അവോയ്ഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ensure that you do the entire thing really soon. എല്ലാം കഴിഞ്ഞ് എക്സാം ക്ലിയർ ചെയ്തിട്ട് പിന്നീട് ഞാൻ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കാം എന്നല്ല. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ പ്രോസസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയാൽ എക്സാം ക്ലിയർ ചെയ്ത ഉടനെ തന്നെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ ആണെങ്കിൽ ഉടനെ തന്നെ എനിക്കൊന്ന് കോഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു 8 monthsനുള്ളിൽ കോഴ്സും കഴിഞ്ഞ് ഒരു മേ ബി 3-4 monthsനുള്ളിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്ച്വലി നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആസ് സ്റ്റുഡൻസ് ആൻഡ് ആസ് പേരൻസ് നമുക്ക് ക്വിക്ക്ലി ഈ ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത്, ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആയിരിക്കുമ്പോൾ കൃത്യമായിട്ടത് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. സോ ഹോപ്പ് ദിസ് ഡിസ്കഷൻ വാസ് useful. Do you have to add anything else? No, I think it's fine. So that is true. എല്ലാ കാര്യങ്ങളും സംഗീത പറഞ്ഞിട്ടുണ്ട്. സോ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇൻടേക്സ്
പെട്ടെന്നാണ് പോകുന്നത്. അതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യുക. ബിക്കോസ് ഇപ്പോൾ ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ ഇൻടേക്സ് ഒക്കെയും ഓപ്പൺ ആണ്. സോ ആ ഇൻടേക്കിലേക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ, റിയാലിറ്റി ചെക്ക് എന്താണ് ഇപ്പോൾ ശരിക്കും നടക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും എളുപ്പത്തിൽ തീരുമാനിക്കാനും വേഗത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഈ വീഡിയോനടിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു. MedCity International Academy. Trusted hands forever.